ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ക്ഷേമ പെൻഷൻ തുകയിൽ 2000-ൽ നിന്നും 3000 ആക്കും എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. 2000 രൂപ തന്നെയായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക. എന്നാൽ ഈ ഒരു 2000 രൂപ ലഭിക്കണമെങ്കിലും 2 പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യമാണ്. ഒന്ന് വരുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 ആണ്. ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കേണ്ട കാര്യമില്ല. നാളിതുവരെയായി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹാജരാക്കേണ്ടത്. ഈ ഒരു രേഖ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകളിൽ നിന്നും വാർഡ് മെമ്പർമാരിലേക്കും വാർഡ് മെമ്പർമാരിൽ നിന്ന് നിങ്ങളിലേക്കും എത്തും. അപ്പോൾ ഈ ഒരു അറിയിപ്പ് ലഭിച്ചവർ എന്തായാലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി അറിയിപ്പ് ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ സേവനയുടെ വെബ്സൈറ്റിൽ പോയി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അതിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. രണ്ടാമത്തൊരു രേഖ സ്ത്രീ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ടതാണ്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണിത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതിയും ജൂൺ 30 അവസാനിക്കുകയാണ്. വിധവ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരൊക്കെയാണ് ഈ ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.